ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, അധികം വർഷമൊന്നും ആയില്ല കേട്ടോ, ഒരു വർഷത്തിനിടയിലാണ് ഞാൻ പല സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു മെമ്പർ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആളുടെ ഭർത്താവിന് മറ്റാരുമായിട്ട് ഒരു അവിഹിതം തോന്നുന്നുണ്ട്, രാത്രിയിൽ അല്ലെങ്കിൽ മാറി നിന്നൊക്കെ സംസാരിക്കുന്നത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുടെ ഹസ്ബൻഡിൻ്റെ നമ്പറിൽ ട്രേസ് ചെയ്ത് നോക്കുമ്പോൾ അന്നത്ത് മറ്റൊന്നും കാണുന്നില്ല. ഹസ്ബൻഡിൻ്റെ ഒരു ഫോൺ നമ്പറിൽ, അതായത് അവർക്ക് പരസ്പരം അറിയാവുന്ന ഫോൺ നമ്പറിൽ. അപ്പോൾ ആൾക്കിത് ഭയങ്കര വിഷമമായി. എന്നിരുന്നാലും ഇപ്പം ഞങ്ങളുടെ ഈ സംഘടനയുള്ളവർ മറ്റുള്ളവരാരും അറിയരുത്, മാത്രമല്ല ആൾക്ക് അതൊരു രഹസ്യമായിട്ട് ഹസ്ബൻഡിന് അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയണം. കാരണം വെച്ചാൽ ആളെന്നെ അത്രയും ട്രസ്റ്റ് ചെയ്തു. കാരണം വെച്ചാൽ ആൾക്കറിയാം എന്നോടൊരു കാര്യം പറഞ്ഞത് പുറത്തുമല്ല. അത് പൊതുവെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരാൾ എന്നോടൊരു കാര്യം പറഞ്ഞാൽ അത് എൻ്റെ മനസ്സിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത്. മൂന്നാമതൊരാളോട് ഞാൻ ആ കാര്യം പറയില്ല. മൂന്നാമതല്ല, രണ്ടാമതൊരാൾ ആരോടും പറയില്ല. അത് ഞാൻ തന്നെ കേട്ടിട്ട് എൻ്റെ സജഷൻസ് കൊടുക്കും, എന്താണ് അഭിപ്രായം എന്നുള്ളതൊക്കെ പറയും. അല്ലാതെ അത് മറ്റൊരാളോട് ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കുകയോ ഇദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലൊന്നും, അത് കുഞ്ഞിലെ അമ്മ ശീലിപ്പിച്ചതാണ്. അങ്ങനെ ഇവിടെയും ഞാൻ അമ്മേനെയാണ് ഓർക്കുന്നത്. പണ്ട് നാട്ടിലൊക്കെ ആരെങ്കിലും വന്ന് വീട്ടിൽ അമ്മയെ കാണാൻ വരുമ്പോൾ എന്തെങ്കിലും സങ്കടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ളവരുടെ പരാതികളോ പറയുമ്പോൾ നമ്മളും കൂടെ നിന്ന് കേൾക്കുന്നതാണ്. പോയി തീരുമ്പോൾ അമ്മ പറയും, ഇതൊന്നും കേട്ടിട്ടില്ല, ഇതൊന്നും ആരോടും അങ്ങനെ പറയാൻ പാടില്ല, അവർ പറഞ്ഞത് നമ്മൾ കേട്ടു, അത്രമാത്രം. അടുത്ത് ബന്ധുക്കാരുടെ വീട്ടിൽ പോകുമ്പോൾ ഇതൊന്നും പറയാൻ പാടില്ല. അത് അമ്മ സ്ട്രിക്റ്റായിട്ട് തന്നെ കുഞ്ഞുനാളിൽ ഉപദേശിച്ചിരുന്നു. അതിപ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇദ്ദേഹം എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് മൊബൈൽ നമ്പർ കണ്ടെത്തി കൊടുക്കാൻ സാധിക്കുമായിരുന്നു. ഹസ്ബൻഡിൻ്റെ ആധാർ കാർഡ് അയച്ചു തന്നപ്പോൾ ഞാൻ കണ്ടത് അദ്ദേഹത്തിന് 2 പുതിയ നമ്പർ, ഇപ്പം നിലവിലുള്ള നമ്പർ കൂടാതെ, അത് മറ്റൊരു സർവീസ് പ്രൊവൈഡറുടെയാണ്. ഇപ്പോൾ എടുത്തിരിക്കുന്നത് മറ്റൊരു മൊബൈൽ കമ്പനിയുടെയാണ്. അപ്പോൾ ഞാൻ അവൾക്കിത് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇങ്ങനെ 2 നമ്പർ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് അവൾക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. അവൾ ഈ 2 നമ്പറിലും വിളിച്ചു. അപ്പോൾ ഒന്ന് വിളിച്ചപ്പോൾ എടുത്തത് കാമുകിയാണ്, ഒരു നമ്പറിൽ വിളിക്കുമ്പോൾ എടുക്കുന്നത് ഹസ്ബൻഡുമായിരുന്നു. പിന്നെ അവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. അപ്പോൾ അവൾക്കത് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ ഇപ്പോഴും ഞാനത് സൂക്ഷിക്കുകയാണ്, ആരോടും പറഞ്ഞിട്ടില്ല. ഇവിടെ നിന്ന് പറയുമ്പോൾ ഞാൻ കഥാപാത്രത്തെ പറയുന്നില്ലല്ലോ. അങ്ങനെ ഇവിടെ ഞാൻ പറയുന്നത്, എന്തിനാണ് നമുക്ക് സ്വന്തം ഒരു ഭാര്യയും അവർക്ക് 2 കുട്ടികളുണ്ട്, മക്കളും ഇരിക്കെ മറ്റൊരു കാമുകിയെ തേടി പോകേണ്ട കാര്യം എന്താണ്? ശരിക്കും പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര സങ്കടം, കുറേ സങ്കടപ്പെട്ടൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും പുള്ളിക്കാരൻ അറിയരുത്, ഇതിപ്പോൾ ഞാനാണ് നമ്പർ കണ്ടെത്തി തന്നതെന്നൊന്നും പറയരുത് എന്ന് പറഞ്ഞു. എനിക്കതിനുള്ളൊരു സോഴ്സ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ എടുത്തു കൊടുത്തത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഭർത്താക്കന്മാരോടും ഭാര്യമാരോടും പറയുന്നതാണ്, അതായത് അങ്ങനെ ഉള്ളവർ, അതായത് ഒരു കാമുകനോ കാമുകയോ മാരേജിന് ശേഷം, നിങ്ങൾക്ക് മാരേജിന് മുമ്പ് കാമുകനോ കാമുകയോ ഉണ്ടാകുന്ന ആരുടെയും പ്രശ്നമല്ല. കാരണം വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ, അവർ ലവേഴ്സായിട്ട്, ലവ് മാരേജാണോ, ഈ ലവ് മാരേജിന് മുമ്പ് തന്നെ അവരൊരിക്കലും ഇവിടെ നമ്മുടെ മറൈൻ ഡ്രൈവിൽ നടക്കുമ്പോൾ അവൻ്റെ കോളേജ് കാമുകി അതുവഴി പോകുന്നത് കണ്ടു. അപ്പോൾ ഓപ്പൺ മൈൻഡ് ആയിരിക്കണം കേട്ടോ, അതാണ് ഞങ്ങൾക്കിഷ്ടം. അപ്പോൾ അവൻ അവളോട് പറഞ്ഞു, അതെൻ്റെ പഴയ കോളേജ് കാമുകയാണ്, ഞങ്ങൾ പിന്നെ അത് ബ്രേക്കപ്പ് ആയതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, അതിനെന്താ, നമുക്ക് സംസാരിക്കാമല്ലോ. അവളുടെ പിറകെ ചെന്നിട്ട് അവരുമായിട്ട് സംസാരിച്ചിട്ട് അവളുടെ കൊപ്പ് അയച്ചു. എന്താണ്, നിങ്ങൾക്ക് പഴയ കാലത്തിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട്. അത് ശരിക്കും പറഞ്ഞൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. അല്ലാതെ ആളിനെ കാണുമ്പോൾ പറയാതിരിക്കുകയോ പിന്നീട് സംസാരിക്കുമ്പോൾ പിന്നീട് അറിയുകയോ ചെയ്യുന്നതിനേക്കാൾ നല്ല അവൻ ഓപ്പണായിട്ട് പറഞ്ഞു. അതായിരുന്നു അത് ഓപ്പണായിട്ട് പറയണം. പിന്നെ മാരേജിന് ശേഷം പിന്നെ രണ്ടാമതൊരാളെ തേടി പോകുന്നതുകൊണ്ട് ആർക്കും ഒരു യോജിപ്പില്ല. അങ്ങനെയുള്ളവരുടെ പേര് നമ്മൾക്കറിയാം. അങ്ങനെ ആ ഒരു പേരിനെ നിങ്ങൾ അർഹയാണോ എന്ന് സ്വയം ചോദിക്കുക. രാത്രികൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ, ഭർത്താവിൻ്റെ അടുത്ത് കിടക്കുമ്പോൾ, അല്ലെങ്കിൽ ഭാര്യയുടെ അടുത്ത് കിടക്കുമ്പോൾ സ്വയം ആത്മഗതമായിട്ട് ചോദിക്കുക, ഞാൻ ഇദ്ദേഹത്തോട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവളോട് ചെയ്യുന്നത് ശരിയോ തെറ്റോ? തിരുത്താൻ ധാരാളം സമയമുണ്ട്. സാവകാശം ചിന്തിച്ച് പരസ്പര അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ഇങ്ങനെ ഏതെങ്കിലും അവിഹിതത്തിൽപ്പെട്ടിട്ടുള്ള പുരുഷനോ സ്ത്രീ ആയിക്കോട്ടെ, നിങ്ങൾ പരസ്പരം തിരുത്തുക. നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുക. കാരണം വെച്ചാൽ ലൈഫ് എൻഡിൽ അവർ മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. അത് തീർച്ചയായും മനസ്സിലാക്കണം. ഇതുപോലെ നിങ്ങളെ കൊണ്ട് തെറ്റുകൾ ചെയ്യിപ്പിക്കുന്നത് നിങ്ങളിൽ ഉള്ളിലെ സാത്താനാണ്, അല്ലാതെ നല്ല മനുഷ്യരിൽ ഈ പ്രവണത വരുന്നില്ല. ഇവിടെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാനിത് ചുരുക്കുവാണ്.
ഒരിക്കൽ ഒരു ഗ്രൂപ്പ് ഓഫ് ലേഡീസ് ഇതുപോലെ ചെയ്യുന്ന വിഹിതത്തിൽപ്പെട്ടിരിക്കുന്ന സ്ത്രീകൾ ഇവരോട് ഞാൻ സംസാരിക്കുകയുണ്ടായി. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പം ഒരാളുടെ ആൻസറാണ്, ഞങ്ങൾ കുറച്ച് ചക്കപ്പഴം എടുത്ത് ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ട്, അത് വാങ്ങാൻ ഈ ഒരു വേർഡാണ് യൂസ് ചെയ്തത് അങ്ങനെയുള്ള ആണുങ്ങളെ, എന്തിനാണ് ഇവന്മാർ വരുന്നത്, നല്ല പുരുഷന്മാർ വരുന്നില്ലല്ലോ. അപ്പോൾ അവർ പോലും ഇങ്ങനെ വരുന്നവർക്കൊരു പേരിട്ടിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പം ഞാനത് കേട്ടിരുന്നിട്ട് ഞാൻ അവരോട് തമാശയ്ക്ക് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ ചക്കപ്പഴം എടുത്ത് ടേബിളിൽ നിരത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചു. അത് നിരത്താതിരുന്നാൽ പോരെ, അതായത് ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നവരാരാണെങ്കിലും അങ്ങനെ അതിന് മുതിരാതിരുന്നാൽ പോരെ, അപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവർ പോലും കണ്ടുപിടിച്ചിരിക്കുന്നത് നല്ല പുരുഷന്മാർ വരുന്നില്ലല്ലോ എന്നൊരു ഡയലോഗാണ്. അതായത് ഈ ചക്കപ്പഴം വാങ്ങാൻ വരുന്ന പുരുഷന്മാരെല്ലാം ചീത്ത പുരുഷന്മാരാണെന്നാണ് അവരുടെ ഒരു കണ്ടെത്തൽ. അതുകൊണ്ടാണ് അവർ ചക്കപ്പഴം എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ പലയിടത്തും പലരുമായിട്ട് ഡിസ്കസ് ചെയ്യും, പല മീറ്റിങ്സിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഇങ്ങനെ അവരോടൊക്കെ ഞാൻ ഇങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോഴാണ് അവരിതൊക്കെ തുറന്ന് പറയുന്നത്. അതുകൊണ്ട് എപ്പോഴും സ്വന്തം ഭാര്യയെ, ജീവിത പങ്കാളിയെ നന്നായി സ്നേഹിച്ച് നിങ്ങൾക്ക് അവിടെ തന്നെ ധാരാളം സന്തോഷവും ആനന്ദവും കണ്ടെത്താൻ സാധിക്കും. വിഷമങ്ങൾ ജീവിത പങ്കാളിയോട് ഷെയർ ചെയ്യാൻ സാധിക്കും. അങ്ങനെ സന്തോഷത്തോടു കൂടി എല്ലാവരും ജീവിക്കുക. ഓക്കെ, താങ്ക് യു.